ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പപ്പായയുടെ ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. പപ്പായയിൽ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ കേട്ടോ, കാണുന്ന പോലെ ഒന്നല്ല, ഉള്ളിലൊക്കെ നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പപ്പായാണ് ഇത്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഒരു പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പകുതി ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് നമുക്ക് പാല് ഐസാക്കിയത് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ്. ഒരു 3 ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഏലക്ക ചേർത്ത് കൊടുത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പപ്പായക്ക് നല്ല മധുരം ഉണ്ട്, അത് തന്നെ നല്ല പഴുത്തിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മധുരം കൂടിപ്പോവാതെ നോക്കണം. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണോളം മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ പപ്പായയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ പകുതി പപ്പായാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് പാലും കൂടെ, നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം പോലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്